ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ലൊരു ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക കേട്ടോ. ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. കുറച്ച് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും കുറച്ച് ഓയിൽ വേണമല്ലോ ബിരിയാണി ആയതുകൊണ്ട്. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് പട്ടാപ്പൂവ്, ഏലക്കായി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ അരി നല്ലോണം കഴുകിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാൻ വെക്കുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് അരി എത്രയാണോ എടുത്താൽ അതിൻ്റെ ഡബിളായിട്ട് വെള്ളം എടുക്കുക. അങ്ങനെ നെയ്ച്ചോറ് അവിടെ ആവട്ടെ. അതിന് ശേഷം നമുക്ക് ഇനി ലഗോൺ ചിക്കൻ, ഉപ്പിടാൻ മറക്കരുതേ. പിന്നെ ലഗോൺ ചിക്കൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പണികളിലേക്ക് പോവാം. അപ്പം ചിക്കന് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം അപ്പോൾ എൻ്റെ മോള് വന്നിട്ടോ, അവൾക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വന്ന് അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ അവളൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി. ഓക്കെ, കം ടു ദ പോയിൻറ്റ്. അങ്ങനെ ചിക്കനെ എടുത്ത് കുക്കറിലേക്ക് ഇടുക. ഇത് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ എല്ലാ പൊടികളും ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, കുരുമുളക്, അങ്ങനെയുള്ള എല്ലാ പൊടികളും ചേർത്തോളി. അത് കഴിഞ്ഞിട്ട് ഒരു 5-8 വിസിൽ വന്നോട്ടെ, എന്നാലും വേവൂല. നമുക്ക് കല്യാണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ. അത് പച്ച ഇറച്ചിയാണത്. അതിലുള്ള ടേസ്റ്റ് മുഴുവനും ആ ഒരു മസാലയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതാണ് കല്യാണ ബിരിയാണി. പക്ഷെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ വെക്കുന്നത് വാട്ടിയിട്ടാണ് വെക്കുന്നത്, അവർ വെക്കുന്നത് വേറൊരു സ്റ്റൈലിലാണ് വെക്കുന്നത്. പക്ഷേ എത്ര ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയാലും ആ ടേസ്റ്റ് വേറെ തന്നെ എനിക്കറിയില്ല. അത് നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. അപ്പം വീണ്ടും വിഷയത്തിൽ നിന്ന് മാറി. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പാൻ എടുത്ത് അതിലേക്ക് വീണ്ടും കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് പൊടികൾ നിങ്ങൾക്ക് സാധാരണ എൻ്റെ എല്ലാ ബിരിയാണിയിലും ഇടുന്ന സെയിം പൊടി തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ റെഫറൻസ് ഒക്കെ നോക്കുകയുള്ളൂ. പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഞാനധികം ഉണ്ടാക്കുക. അങ്ങനെ നാരങ്ങ നീരും തൈരും പിന്നെ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ ഈ ചിക്കന്, നമ്മൾ വേവിച്ച് വെച്ച ചിക്കന്, അത് ഉടയൊന്നുമില്ല, എന്നാലും വേവിച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് തട്ടിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചുള്ളി വേറെ റോസ്റ്റ് ചെയ്യുക കേട്ടോ, കുറച്ച് മുന്തിരി അണ്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗം എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം ഞാൻ ചെയ്തു. അങ്ങനെ ദമ്മൊക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.